ഇന്ന് ഈ വായന ദിനത്തിൽ പ്രിയങ്കരനായിട്ടുള്ള ദാർശനികൻ, വാഗ്മി, ചിന്തകൻ, മാധ്യമപ്രവർത്തകൻ, കവി തുടങ്ങിയ നിലകളിലെല്ലാം തന്നെ സവിശേഷമായിട്ടുള്ള വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ശ്രീ എം സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വായന ദിനം. അപ്പോൾ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ചർച്ചയ്ക്കൊപ്പം ഓരോരുത്തരും ഈ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ലൈൻ വീതം വായിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഇന്നിവിടെ ഈ വായന ദിനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് പ്രിയങ്കരായിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയങ്കരായ കവി ശ്രീ വിനോദ് വൈശാഖി മാസ്റ്ററാണ്. മാനവീയം തെരുവിടത്തിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് ആദരവ് ക്ഷണിക്കുന്നു. മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവും ഡാഫോഡിൽ ലയൺസ് ക്ലബ്ബും സംയുക്തമായാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡാഫോഡിൽസിൻ്റെ ലയൺസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ജയശ്രീ മാഡം അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വായന ദിനം പി എൻ പണിക്കർ എന്ന പുസ്തക പ്രേമിയുടെ ജീവിതത്തെയും അതുപോലെ തന്നെ ഐ വി ദാസ് എന്ന സാംസ്കാരിക പ്രവർത്തകൻ്റെയും ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ്. നമ്മൾ ഇന്ന് മാനവീയം വീതിയിൽ നിൽക്കുമ്പോൾ ഇതിനെല്ലാം ഓർമ്മിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ പുസ്തകശാലയിലേക്ക് ഒന്ന് വരൂ, ആരെങ്കിലും ഈ വായനശാലയിലൊന്ന് ഇരിക്കൂ, ആരെങ്കിലും പുസ്തകങ്ങളെ തുറന്നു നോക്കൂ എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥശാലയ്ക്ക് മുമ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത പി എൻ പണിക്കരെ നമ്മൾ ഓർമ്മിക്കുകയാണ്. പി എൻ പണിക്കരുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്ന ഒരു മുൻസിഫ് ശങ്കരമാരാർ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. കസാൻ സാക്കീസിൻ്റെ ദൈവത്തിൻ്റെ ദരിദ്രൻ എന്ന നോവൽ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ചതാണ്. നോവലിൽ ഫ്രാൻസിസിൻ്റെ അത്യഗാധമായ മനുഷ്യ സ്നേഹത്തെ ഹൃദയം കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അലഞ്ഞു നടക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു കുഷ്ഠരോഗിയെ കണ്ടുമുട്ടുന്നു. കുഷ്ഠരോഗം ബാധിച്ചവർ അന്ന് കയ്യിൽ ഒരു മണിയും കിലുക്കിയാണ് നടക്കുന്നത്. മണിയൊച്ച കേൾക്കുമ്പോൾ വഴിപോക്കരെല്ലാം ഭയന്ന് വഴിമാറിപ്പോകും. എന്നാൽ മണിമുഴക്കി വന്ന കുഷ്ഠരോഗിയെ സ്നേഹത്തോടെ ഇരുകൈയും നീട്ടി കെട്ടിപ്പുണരുകയും രോഗം ബാധിച്ച് ഈർന്നിച്ചഴുകിയ ചുണ്ടിൽ ഫ്രാൻസിസ് ചുംബിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് കുഷ്ഠരോഗി അപ്രത്യക്ഷമാകും. അത് ഫ്രാൻസിസിനെ പരീക്ഷിക്കാൻ വന്ന യേശുക്രിസ്തുവായിരുന്നു. സർവചരാചരങ്ങളോടും അളവറ്റ സ്നേഹവും സാഹോദര്യവും പ്രകടിപ്പിച്ച മനുഷ്യത്വത്തിൻ്റെ മഹനീയ മാതൃകയായിരുന്നു ഫ്രാൻസിസ്. ഇത് പൂക്കളുടെ പുസ്തകത്തിലെ ആദ്യത്തെ കഥ എന്ന ഭാഗം. റോസ് നിറത്തിൽ അതിസുന്ദര പുഷ്പം, സുഗന്ധവും അത്യാകർഷകവുമായിരുന്നു. നിറവും മണവും ആകൃതിയുമെല്ലാം അന്നേ ഹൃദയത്തിൽ പതിഞ്ഞു. ശൈശവത്തിൽ പൂവെന്നാൽ റോസാപ്പൂവ് മാത്രമായിരുന്നു. പക്ഷേ ചെടിയിൽ നിറയെ കൂർത്ത മുള്ളുകളുണ്ടായിരുന്നു. ചെറു കൈകളിൽ മുള്ളുകൊണ്ട് വേദനിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ ചെയർമാനായിട്ടുള്ള രാജീവ് ശങ്കറും മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സിന്ധു നന്ദകുമാറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സിന്ധു നന്ദകുമാർ 60 പുസ്തകങ്ങളാണ് ഇതുവരെ എഴുതിയിട്ടുള്ളത്, കവിതയും അടക്കമുള്ളവർ. അപ്പോൾ ഇരുവരും ചേർന്ന് മാനവീയത്തിലെ സ്ട്രീറ്റ് ലൈബ്രറിക്ക് വേണ്ടി പുസ്തകങ്ങളുടെ ആദ്യ ഘട്ടം എന്ന നിലയിൽ 2 പുസ്തകങ്ങൾ മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിനോദ മാഷ് ഒരു ഫോട്ടോ എല്ലാവരും ഒന്ന് ഇപ്പുറത്തില്ല. എൽസ ഇപ്പുറത്ത് ഫോട്ടോ ആടാ, ഞാൻ ഇവിടെ വീഡിയോ എടുത്തോണ്ട് ഇനി അവിടെ പോയി കൂടെ വന്നിട്ട്
ഫോട്ടോ എടുത്തോണേ. ഇതിൻ്റെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജ് എഴുതുന്നത് പൂക്കളെക്കുറിച്ചാണ്. പക്ഷേ അത് പൂക്കളെക്കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ അത് പൂക്കളെക്കുറിച്ച് മാത്രമല്ല, അത് ലോകത്തെക്കുറിച്ചാണ്, അത് മനുഷ്യരെക്കുറിച്ചാണ്, അത് വിപ്ലവങ്ങളെക്കുറിച്ചാണ്, അത് ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചാണ്. അതായത് ഉദാഹരണത്തിന് കാർണേഷൻ പൂക്കളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി പോർച്ചുഗലിൻ്റെ കാർണേഷൻ വിപ്ലവത്തെക്കുറിച്ച് വളരെ വാചാലനായിട്ട് സംസാരിക്കുന്ന സ്വരാജിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. അതുപോലെ എഴുത്തുകാരനെ കുറിച്ച് കൂടെ പറയാനാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സ്വരാജിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പരിശോധിച്ചിട്ടുണ്ടോ അറിയില്ല. നമ്മൾ വിചാരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ്റെ പൊതുവിലുള്ളൊരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോലെ അയാളുടെ റീലുകളും വീഡിയോകളും ഒക്കെ ആയിരിക്കും അതിൽ നിറഞ്ഞിട്ടാവുക എന്നുള്ളത്. പക്ഷെ അല്ല, 1000-ലധികം പോസ്റ്റുകളുണ്ട്, അതെല്ലാം പൂക്കളുടെ ചിത്രങ്ങളാണ്. 1000-ലധികം പൂക്കളുടെ ചിത്രങ്ങളും അതിൻ്റെ പേര് എല്ലാവരും ഒന്ന് അവരെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി